Dear students, once again welcome back to zoology class. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ നാലാമത്തെ പാർട്ട്, ദാറ്റ് മീൻസ് ബയോ മാക്രോ മോളിക്യൂൾസിലെ ആദ്യ ഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോട്ടീൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ പ്രോട്ടീൻസിന്റെ ഫങ്ഷൻസ്, ഡിഫറെന്റ് സ്ട്രക്ചറൽ ലെവൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി ലെവൽസ് ഒക്കെ. അതേപോലെ പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് നിർവഹിക്കുന്നത്, ആ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ബയോ മാക്രോ മോളിക്യൂൾസിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട മാക്രോ മോളിക്യൂൾസ് കൂടിയാണ് ബാക്കിയുള്ളത്. അവ നമുക്കറിയാവുന്നത് പോലെ തന്നെ പോളിസാക്കറൈഡ്സും അതേപോലെ ന്യൂക്ലിക് ആസിഡ്സുമാണ്. ന്യൂക്ലിക് ആസിഡ്സ് നിങ്ങൾക്കറിയാം, DNA, RNA, ഈ രണ്ട് മോളിക്യൂൾസിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ന്യൂക്ലിക് ആസിഡ്സ് എന്നാണ്. ലിവിങ് ഓർഗാനിസംസിൽ വളരെയേറെ പ്രാധാന്യമുള്ള, വളരെയേറെ ഇമ്പോർട്ടന്റ് ആയ ഫങ്ഷൻസ് നിർവഹിക്കാനുള്ള മോളിക്യൂൾസ് ആണ് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് കാണുന്ന DNA-യും അതേപോലെ തന്നെ RNA. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ രണ്ട് മോളിക്യൂൾസിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് അടുത്ത, അതായത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മോളിക്കുലർ ബേസിസ്, ഇതിന്റെ എങ്ങനെയാണ് ആ DNA-യുടെ റെപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആ സമയത്താണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ പ്രൈമറിലി ഇപ്പൊ നമ്മൾ അതിന്റെ സ്ട്രക്ചർ പഠിക്കാൻ പോവാണ്. ഓക്കെ, എന്തായാലും സാധാരണ പോലെ തന്നെ നമ്മൾ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. സോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ആദ്യ ഭാഗം പോളിസാക്കറൈഡ്സ് ആണ്. പോളിസാക്കറൈഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പോളിസാക്കറൈഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പോളിസാക്കറൈഡ്സിന്റെ മോണോമറിക് യൂണിറ്റ് സ്വാഭാവികമായിട്ടും ആ പോളി ഒഴിവാക്കിയാൽ മോണോസാക്കറൈഡുകളായിരിക്കും. ഇപ്പൊ ഗ്ലൂക്കോസ് പോലുള്ള, ഫ്രക്ടോസ് പോലുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ മോണോസാക്കറൈഡ് എന്ന് വിളിക്കുക. ഇത്തരം മോണോസാക്കറൈഡുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് പോളിസാക്കറൈഡ് ഫോം ചെയ്യുന്നത്. ഏതായാലും ദീസ് ആർ ദ പോളിമേഴ്സ് ഓഫ് ഷുഗേഴ്സ്, അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കാം. മോണോസാക്കറൈഡുകളായ ഷുഗേഴ്സിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ്, ഫ്രക്ടോസിന്റെ ഒക്കെ പോളിമറുകളാണ് ഇവയെന്നർത്ഥം. ഇനി അതേപോലെ തന്നെ ഇത്തരം പോളിസാക്കറൈഡുകൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്? സ്റ്റാർച്ച് ഉണ്ട്. സ്റ്റാർച്ച് ഗ്ലൂക്കോസിന്റെ ഒരു ഹോമോ പോളിമറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് വാട്ട് ഈസ് ഹോമോ പോളിമർ. ഹോമോ പോളിമർ മീൻസ് ഒരു സിംഗിൾ മോണോസാക്കറൈഡ് യൂണിറ്റ് മാത്രം കൂടിച്ചേരുമ്പോഴാണ് ഹോമോ പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. ഗ്ലൂക്കോസ് ആരാണ്? മോണോസാക്കറൈഡ് ആണ്. അപ്പം ഗ്ലൂക്കോസിന് പകരം ഗ്ലൂക്കോസിന്റെ കൂടെ ഫ്രക്ടോസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരൊറ്റ ടൈപ്പ് മോണോമറിക് യൂണിറ്റ് ഉള്ളത് കൊണ്ടാണ് സ്റ്റാർച്ചിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കിയത്? ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആയിട്ട് കണക്കാക്കിയത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ പരിചയപ്പെടാം. സെല്ലുലോസ് ആണ്. ഈ സെല്ലുലോസും ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഒരു സംശയം തോന്നും, ഒരേ മോണോമറിക് യൂണിറ്റ് തന്നെ കൂടിച്ചേർന്ന് എങ്ങനെയാണ് സർ രണ്ട് വ്യത്യസ്തമായ പോളിസാക്കറൈഡ് ഉണ്ടാകുന്നത്? സംശയം സ്വാഭാവികമാണ്. അപ്പോ ആ സംശയത്തിന് നമുക്ക് ആൻസർ പറയാൻ കഴിയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ സ്വാഭാവികമായിട്ടും രണ്ട് ഡിഫറെന്റ് പോളിസാക്കറൈഡ്സ് ഫോം ചെയ്തെങ്കിലും അവയുടെ ജോയിനിങ്, അല്ലെങ്കിൽ അവ എങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ലിങ്കിങ്ങിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഈ രണ്ട് മോളിക്യൂൾസിന്റെയും പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പൊ എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഈ ലിങ്കിങ് സ്വാഭാവികമായും ഒരു ലീനിയർ ചെയിൻ ആയിട്ടാണ് നമുക്ക് സെല്ലുലോസിൽ കാണാൻ പറ്റുക. എന്നാൽ സൈഡ് ചെയിൻസോട് കൂടി നമുക്ക് സ്റ്റാർച്ചിൽ കാണാം. ഞാൻ അതിന്റെ സ്ട്രക്ചർ ഒന്നുകൂടെ വിശദീകരിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാൻ പോകുന്ന ഗ്ലൈക്കോജൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്ലൈക്കോജനും ഇവിടെ നമുക്ക് എന്താണ്? ഗ്ലൂക്കോസിന്റെ തന്നെ പോളിമറാണ്. അപ്പൊ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റി അവയുടെ ലിങ്കിങ്ങിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏകദേശം കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റാർച്ച് ഫോം ചെയ്യുമ്പോൾ ഇതിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു, എന്റെ ഈ ഡയഗ്രത്തിലേക്ക് അല്ലെങ്കിൽ സ്ലൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഓരോരോ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഈ സ്ട്രക്ചേഴ്സും ആരാണ്? ഗ്ലൂക്കോസ് ആണ്. അപ്പൊ അതിന്റെ ലിങ്കിങ് എങ്ങനെ, അതേപോലെ സെല്ലുലോസ് എങ്ങനെ, അതേപോലെ എന്താണ് ഗ്ലൈക്കോജൻ എങ്ങനെ, ഈ തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? ഇനി മറ്റൊരു എക്സാമ്പിൾ ഇനുലിൻ ആണ്. അപ്പൊ നമ്മുടെ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ കേൾക്കാറുള്ള മോളിക്യൂൾസ് ആണ്. അപ്പൊ സംശയം തോന്നും, ഗ്ലൈക്കോജൻ? യെസ്, ഗ്ലൈക്കോജൻ കേൾക്കാറുണ്ട്. കാരണം നമ്മുടെ ബോഡിക്കകത്ത് ആലോചിച്ച് നോക്കുക നിങ്ങൾ, ഗ്ലൂക്കോസ് നമ്മൾ എടുത്തു,
ആ ഗ്ലൂക്കോസ് എക്സസ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ. ആ എക്സസ് ഗ്ലൂക്കോസ് നമ്മൾക്ക് ആവശ്യമുള്ള എനർജിയിനേക്കാൾ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ആവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യും. ലിവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഇൻസോളിബിൾ മോളിക്യൂൾ ആയിട്ട് ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യും. അപ്പൊ ആദ്യം പറഞ്ഞ 3 നമുക്ക് പരിചയമുണ്ട്. പക്ഷേ അവസാനമായിട്ട് ഇനുലിൻ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇനുലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനുലിൻ നമുക്ക് അത്ര പരിചയമില്ലാത്ത മോളിക്യൂൾ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതാരാണ്? ഇറ്റ്സ് അനദർ പോളിമർ. ആ പോളിമറിന്റെ മോണോമറിക് യൂണിറ്റ് ഫ്രക്ടോസ് ആണ്. അപ്പൊ ഫ്രക്ടോസിന്റെ പോളിമർ ആണ് ഇനുലിൻ എന്ന് ചുരുക്കം. ഫ്രക്ടോസിന്റെ പോളിമർ ആണ് ഇനുലിൻ എന്ന് മനസ്സിലാക്കാം. അപ്പോ നമുക്ക് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചില കോംപ്ലക്സ് പോളിസാക്കറൈഡുകളെ കുറിച്ചുകൂടെ നിങ്ങൾ പഠിച്ചു നോക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവ കോംപ്ലക്സ് ആയി മാറിയത്? അതായത് അവയിൽ അമിനോ ഷുഗേഴ്സ് ഒക്കെയാണ്. അതായത് അമിനോ ഗ്രൂപ്പായ NH2 അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്ന ഭാഗമുണ്ട്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ പാർട്ടും ഉണ്ട്. അത്തരം എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസമൈൻ, N-അസറ്റൈൽ ഗാലക്ടോസമൈൻ പോലുള്ളതൊക്കെ. അത് കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആണ്. ഇനി മറ്റൊരു പോളിസാക്കറൈഡ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അത് കൈറ്റിൻ ആണ്. കൈറ്റിൻ എന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആനിമൽ കിങ്ഡം പഠിച്ച സമയത്ത് ആനിമൽ കിങ്ഡത്തിലെ ഫൈലം ആർത്രോപോഡയിലെ ആർത്രോപോഡ്സിന്റെ സ്കെലട്ടൺ, എക്സോസ്കെലട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഫംഗസിന്റെ സെൽ വോളിലൊക്കെ കാണുന്നതും ആരാണ്? കൈറ്റിൻ ആണെന്ന് പറയാം. അപ്പൊ ആരാണ് ഈ കൈറ്റിൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഇസ് എ ഹോമോപോളിമർ ഓഫ് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ അല്ലെ. അപ്പൊ അമിനോ ഷുഗേഴ്സ് ആയ, നേരത്തെ പറഞ്ഞ അമിനോ ഷുഗേഴ്സ് ആയ ഗ്ലൂക്കോസമൈനും N-അസറ്റൈൽ ഗാലക്ടോസമൈനും N-അസറ്റൈൽ ഗ്ലൂക്കോസമൈനും ഒക്കെ കൂടിച്ചേരുമ്പോൾ അവ ആരായി മാറുന്നു? കോംപ്ലക്സ് പോളിസാക്കറൈഡുകളായി മാറുന്നു അല്ലെ. അപ്പൊ അമിനോ ഷുഗേഴ്സിന് എക്സാമ്പിൾ നമ്മൾ ഓർത്തു നോക്കാം. ഗ്ലൂക്കോസമൈനും N-അസറ്റൈൽ ഗാലക്ടോസമൈനും ഒക്കെയാണ്. അത്തരത്തിലുള്ള ഒരു എന്താ പറയാ അമിനോ ഷുഗേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്ന പോളിമർ ആണ് നമുക്ക് കൈറ്റിൻ എന്ന് ഓർത്തു നോക്കാം. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ആരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടോട്ടലി അബൌട്ട് പോളിസാക്കറൈഡ്സിനെ കുറിച്ചാണ്. അപ്പൊ ഈ പോളിസാക്കറൈഡ്സിലെ ലിങ്കിങ്ങിനെ കുറിച്ച്, അതിലെ മോണോമറിക് യൂണിറ്റുകൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനമാണിത്. ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ എന്താണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ദിസ് വൺ ഈസ് എ ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഇത് മറ്റൊരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ്. ഈ 2 ഗ്ലൂക്കോസ് മോളിക്യൂളും കൂടിച്ചേരുന്ന സമയത്ത് ഇവയിലെ ആൾസ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് H2O മോളിക്യൂളിനെ, വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്ത് പരസ്പരം ഒരു ലിങ്കേജ് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന ആ ലിങ്കേജിനെയാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്? ഒന്ന് വിശദീകരിക്കാം. ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് വെൻ ഇൻഡിവിജ്വൽ മോണോസാക്രൈഡ്സ്, ഓരോരോ മോണോസാക്രൈഡുകൾ linked between 2 carbon atoms by dehydration. എവിടെയാണ് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ 2 എണ്ണം ചേർന്നിട്ട് ഇവിടെ H2O മോളിക്യൂൾസ് റിമൂവ് ആയി പോകുന്നു. അപ്പൊ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം 2 മോണോസാക്രൈഡ് കൂടി ചേരുമ്പോൾ പിന്നീട് ഉണ്ടാകുന്നത് ഒരു ഡൈസാക്രൈഡ് ആണ്. ആരാണ്? ഡൈസാക്രൈഡ്. എന്നാൽ ഇവ അനേകം കൂടിച്ചേരുന്ന സമയത്ത് അതാരായി മാറുകയും ചെയ്യുന്നു? പോളിസാക്രൈഡ് ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഗ്ലൈക്കോജന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ലീനിയർ ചെയിൻ, അവിടുന്ന് വീണ്ടും സൈഡ് ചെയിൻസുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത്തരത്തില് അനേകം എന്താ പറയാ ചെയിൻസ് ആയിട്ട് ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ജോയിൻ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഗ്ലൈക്കോജനിൽ കാണാൻ കഴിയുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് പിന്നെ മറ്റ് മോളിക്യൂൾസിന്റെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയത് കൊണ്ട് ഞാൻ ആ രൂപത്തില് ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നതാണ്. ഇനി ഇവിടെ സാധാരണ നമുക്കറിയാം സ്റ്റാർച്ചിന്റെ പ്രത്യേകത. നിങ്ങൾ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റാർച്ച് വാട്ടർ, കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് അല്ലെ, അതിൽ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അയോഡിൻ ടെസ്റ്റ് എന്നാ പറയും. നിങ്ങൾക്കത് സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് +2 പ്രാക്ടിക്കൽ എക്സാം ഒക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം പ്രാക്ടിക്കലിന്റെ കാര്യമൊക്കെ പിന്നെ അറിയില്ല, കാരണം ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ കുട്ടികളുടെ ഇപ്പോഴുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്തു. അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴാണ് നടക്കാന്ന് അറിയാൻ പറ്റില്ല. നിങ്ങളുടെയൊക്കെ പ്രാക്ടിക്കൽ അടുത്ത വർഷമാകുമ്പോൾ നല്ല രൂപത്തിൽ
സ്കൂളിലൊക്കെ വെച്ച് നടക്കട്ടെ, അല്ലെങ്കിൽ നടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാനിവിടെ പറഞ്ഞത് സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോ അവിടെ നമ്മൾ ചെയ്യുന്നത് അയോഡിൻ ടെസ്റ്റ് ആണ്, യുനോ അയോഡിൻ ടെസ്റ്റ്. അപ്പോ സ്റ്റാർച്ചിന് പിന്നെ ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ ആയിട്ട് സ്റ്റാർച്ച് ഇങ്ങനെ മാറുമ്പോൾ, നേരത്തെ കാണിച്ച പ്രോട്ടീന്റെ ഒക്കെ സ്ട്രക്ചർ പോലെ ഹെലിക്കലായി മാറുന്ന സമയത്ത് അതിന്റെ ഈ മോളിക്യൂൾസിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ഹോൾഡ് അയോഡിൻ. ആരെ പിടിച്ചു നിർത്താൻ പറ്റും? അയോഡിൻ. അപ്പൊ അയോഡിൻ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അയോഡിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ദാറ്റ് ഗിവ്സ് എൻ ഇന്റൻസ് അല്ലെങ്കിൽ ഡീപ് ബ്ലൂ കളർ, അല്ലെ? ആ ഭാഗത്ത് എന്ത് ചെയ്യും? നമുക്ക് നല്ല എന്താ പറയാ പിന്നെ ബ്ലൂ കളർ നൽകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് കമ്പൈൻഡ് വിത്ത് അയോഡിൻ ഫോംസ് എ ബ്ലൂ കളർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് സ്റ്റാർച്ച് വാട്ടർ, കഞ്ഞിവെള്ളത്തിലൊക്കെ അയോഡിൻ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ബ്ലൂ കളർ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ അതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സെല്ലുലോസ് എന്ന് പറയുന്ന സമയത്ത് അത്തരത്തിലുള്ള കോംപ്ലക്സ് ഹെലിക്സുകൾ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് സെല്ലുലോസ് കാണാൻ പറ്റും, ഇത്തരത്തിൽ ഹെലിക്കൽ സ്ട്രക്ചർ കാണാൻ കഴിയില്ല. അപ്പൊ ഹെലിക്കൽ സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയോഡിനെ ബൈൻഡ് ചെയ്യാൻ ആർക്ക് പറ്റില്ലെന്ന് പറയാം? ഇവിടെ പിന്നെ സെല്ലുലോസിന് പറ്റില്ല. അപ്പൊ സെല്ലുലോസിലേക്ക് അയോഡിൻ ഒഴിച്ചാൽ നോ ചേഞ്ച്, ഒന്നും കാണാൻ പറ്റില്ല. സ്റ്റാർച്ചിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ബ്ലൂ കളർ കാണാൻ കഴിയും. ഓക്കെ, അതോട് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അപ്പോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പോളിസാക്രൈഡുകളെ കുറിച്ചാണ്. ഇനി ബയോമാക്രോ മോളിക്യൂൾസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ന്യൂക്ലിക് ആസിഡ്സ്. അപ്പോ ന്യൂക്ലിക് ആസിഡ്സ് രണ്ട് തരത്തിലാണ് നമുക്കറിയാം. ഏതൊക്കെയാണ് ന്യൂക്ലിക് ആസിഡ്സ്? ന്യൂക്ലിക് ആസിഡ്സ് ആറ് DNA ആൻഡ് RNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും അതേപോലെ റൈബോ ന്യൂക്ലിക് ആസിഡും. അപ്പോ ഈ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന്റെയും റൈബോ ന്യൂക്ലിക് ആസിഡിന്റെയും സ്പെഷ്യാലിറ്റിയെ കുറിച്ചാണ് ഇനി നമുക്ക് കുറച്ച് ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിലേക്ക് വരാൻ നമുക്ക് ന്യൂക്ലിക് ആസിഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പരിചയപ്പെടുന്ന ഭാഗത്തേക്ക് നോക്കാം. അപ്പൊ ന്യൂക്ലിക് ആസിഡ്സ് ഞാൻ പറഞ്ഞു, DNA-യും RNA-യും. ഇവയുടെ ഒരു പ്രത്യേകത, ന്യൂക്ലിക് ആസിഡ്സ് ആർ ദി ഹെറ്ററോപോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പൊ നമുക്ക് വീണ്ടും ഹോമോ ഹെറ്ററോ വാക്ക് വന്നു, ഹെറ്ററോ ആണ്. അതായത് ന്യൂക്ലിക് ആസിഡ്സ് പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ് ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ നൈട്രജൻ ബേസുകൾ, നൈട്രജൻ ബേസ് ഷുഗർ, അതായത് പെൻഡോസ് ഷുഗറുമായിട്ട് കൂടിച്ചേരുമ്പോൾ ന്യൂക്ലിയോസൈഡ്, ഈ ചാപ്റ്റർ തുടക്ക ഭാഗത്തിൽ നമ്മൾ എടുത്ത ക്ലാസ് തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ ന്യൂക്ലിയോസൈഡ് ഫോസ്ഫേറ്റുമായി വീണ്ടും കൂടിച്ചേരുന്ന സമയത്ത് ന്യൂക്ലിയോടൈഡായി മാറുന്നു പറഞ്ഞു. അപ്പൊ ഒരു സംശയം തോന്നിയേക്കും, എന്നാ പിന്നെ കുറെ ന്യൂക്ലിയോടൈഡ് ചേർന്ന് കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ്, പിന്നെ എന്തിനാ ഹെറ്ററോ പോളിമർ എന്ന് പറയുന്നത്? അപ്പൊ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഐഡിയ കിട്ടിയോ? അതായത് ഫോം ചെയ്യുന്ന ന്യൂക്ലിയോടൈഡുകൾ എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. അതായത് അഡെനിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ അഡിനോസിൻ ഫോസ്ഫേറ്റ് ആണ്, അല്ലെങ്കിൽ അഡെനിലിക് ആസിഡ് ആണ്. എന്നാലോ നൈട്രജൻ ബേസ് മാറി ഗ്വാനിൻ ആയാലോ ഗ്വാനിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്വാനോസിൻ ഫോസ്ഫേറ്റ്. സൈറ്റോസിൻ ആണെങ്കിലോ സൈറ്റിഡിൻ ഫോസ്ഫേറ്റ്. യുറാസിൽ ആണെങ്കിലോ യുറിഡിൻ ഫോസ്ഫേറ്റ്, അല്ലെ? അതേപോലെ താമിൻ ആണെങ്കിലോ താമിഡിൻ ഫോസ്ഫേറ്റ്. അങ്ങനെ വരുന്നത് കൊണ്ട് ഓർമ്മിക്കേണ്ട കാര്യം, ഡിഫറെന്റ് ടൈപ്പ് ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ്സ് എല്ലാം ഒരുപോലെയാണോ? അല്ല. അപ്പൊ ന്യൂക്ലിയോടൈഡ്സ് വ്യത്യസ്തമായത് കൊണ്ട് സ്വാഭാവികമായും DNA-യും RNA-യും എങ്ങനെയാണെന്ന് പറയാം നമുക്ക്? ദേ ആർ ഹെറ്ററോപോളിമേഴ്സ്. അപ്പൊ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് പോളിന്യൂക്ലിയോടൈഡ് ആയി മാറി DNA-യും RNA-യും മാറുന്നത്. അപ്പോ DNA-യും RNA-യും ആരെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. DNA-യും RNA-യും ആരാണ്? ദേ ആർ പോളിന്യൂക്ലിയോടൈഡ്. ഈ ഭാഗം ഓർത്തു വെക്കുക, ശ്രദ്ധിക്കുക. അപ്പോ നമ്മൾ ഈ പോളിന്യൂക്ലിയോടൈഡ്സിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എന്നാൽ ഒന്നുകൂടെ ഞാനിപ്പോ പറഞ്ഞതൊന്നുകൂടെ വിശദീകരിക്കാം. ഷുഗർ മോളിക്യൂൾ, കൂടെ നൈട്രജൻ ബേസ് വന്നു, അല്ലെ? ഇപ്പൊ അത് ന്യൂക്ലിയോസൈഡ് ആണ്, കൂടെ ഫോസ്ഫേറ്റ് വന്നു, അങ്ങനെയാണ് ന്യൂക്ലിയോടൈഡ് ആയി മാറിയത്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഈ ഡയഗ്രാം തരുന്ന സമയത്ത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡിന്റെ വെറൈറ്റി അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ആക്കി മാറ്റുന്നത് ഫോസ്ഫേറ്റോ ഷുഗറോ ആണോ? നോ നോ. പിന്നെ ആരാ? നൈട്രജൻ ബേസ് ആണ്. ഫോസ്ഫേറ്റുമല്ല ഷുഗറുമല്ല. ആരാണ്? നൈട്രജൻ ബേസ് ആണ്. അപ്പൊ ഈ നൈട്രജൻ ബേസ് അഡെനിൻ, ഗ്വാനിൻ, താമിൻ, സൈറ്റോസിൻ, യുറാസിൽ, അല്ലെ? അങ്ങനെ എന്താണ് മാറിക്കൊണ്ടിരിക്കുക. പ്യൂരിനാകാം, പിരമിഡിനാകാം. നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് വീണ്ടും വിശദീകരിക്കാത്തത്. അപ്പൊ ഏതായാലും ഇവിടെ നമുക്കൊരു ന്യൂക്ലിയോടൈഡ് കാണാൻ കഴിയുന്നു.
ആ ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്ത് ഒരു നീണ്ട ചെയിനായി മാറുമ്പോൾ അതാണ് പോളിന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് നമ്മൾ പരിചയപ്പെടുന്നത്. ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഇനി ന്യൂക്ലിക് ആസിഡ്സ് 2 ടൈപ്പാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഒന്ന് DNA ആണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, നമ്മുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത്, നമ്മുടെ ന്യൂക്ലിയസിനകത്ത് കാണാൻ കഴിയുന്നത് അല്ലെ, നമ്മുടെ ഓരോ ആൾക്കാരുടെയും ക്യാരക്ടർ എന്തെന്ന് തീരുമാനിക്കുന്നതൊക്കെ ഈ DNA നൈട്രജൻ ബേസുകളുടെ സീക്വൻസ് ആണെന്ന് നമുക്കറിയാം, നമ്മൾ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ആരാണ്? RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ഈ RNA കുറിച്ച് പറഞ്ഞ സമയത്ത് അത് വൈറസുകളുടെയൊക്കെ, നമ്മളിപ്പോ പേടിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കോവിഡ് അല്ലെ, കൊറോണയുടെ വൈറസിൽ പോലും കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. ഓക്കെ, അപ്പൊ RNAയുടെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറഞ്ഞാൽ ലിവിംഗ് വേൾഡില് പല വൈറസുകളുടെയും ജനറ്റിക് മെറ്റീരിയലായി പ്രവർത്തിക്കുക. അപ്പൊ നമ്മുടെ ബോഡിയിൽ RNA ഉണ്ടോ? ഉണ്ട്, നോ ഡൗട്ട്സ് അല്ലേ. അപ്പൊ എന്താ നമ്മുടെ ബോഡിയിൽ RNAയുടെ ഫംഗ്ഷൻ? DNA-യിലുള്ള ഇൻഫർമേഷൻ കോപ്പി ചെയ്തുകൊണ്ട് RNA-യിലേക്ക് മാറ്റുകയും ആ RNA-യുടെ സഹായത്തോടുകൂടെ നമ്മുടെ ശരീരത്തില് ആവശ്യമായിരിക്കുന്ന പലതരം ഫംഗ്ഷൻസ് നിർവഹിക്കാനുള്ള പ്രോട്ടീൻ ഉണ്ടാക്കും. അത് ആൽബുമിനാകാം, ഗ്ലോബുലിനാകാം, നേരത്തെ പറഞ്ഞ എൻസൈമുകളുടെ രൂപത്തിലാകാം അല്ലെ, അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഗ്ലൂട്ടോഫോർ ആകാം, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഇമ്യൂണോഗ്ലോബുലിൻ ആകാം, അങ്ങനെ ഹിമോഗ്ലോബിൻ ആകാം. അങ്ങനെയുള്ള പലതരം പ്രോട്ടീനുകൾ ഉണ്ടാകണമെങ്കിൽ DNA-യുടെയും പ്രോട്ടീന്റെയും ഇടയിൽ ഒരു മീഡിയേറ്റർ, ഇൻഫർമേഷൻ പാസിംഗ് അല്ലെ ആള് വേണം. അയാളെ നമുക്ക് മെസ്സഞ്ചർ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ RNA നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്തായിട്ടാണെന്ന് ഓർത്തു നോക്കുക? മെസ്സഞ്ചർ ആയിട്ടാണ്. മെസ്സഞ്ചർ RNA, അങ്ങനെ ഒരു പേരുണ്ട്, mRNA. നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് അടുത്ത വർഷം പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ DNA-യും അതേപോലെ തന്നെ RNA-യും 2 തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ കാണുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട്. DNA നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡബിൾ സ്ട്രാൻഡ് ആയിട്ടാണ്, 2 സ്ട്രാൻഡുകളുണ്ട്. അതേസമയം RNA-ക്ക് ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ കാണുള്ളൂ അല്ലെ, സിംഗിൾ സ്ട്രാൻഡ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ DNA-യിൽ കാണാൻ കഴിയുന്ന ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആയിരിക്കും. എന്നാൽ RNA-യിൽ കാണുന്ന ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ആയിരിക്കും. ഓക്കെ, റൈബോസ് ആയിരിക്കും. വൺ മോർ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ഈസ് ദർ. DNA-യിൽ കാണുന്ന നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ അഡെനിൻ, താമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്നാൽ RNA-യിൽ താമിൻ കാണില്ല. താമിന് പകരമായിട്ട് നമുക്ക് ആരെയാണ് കാണാൻ കഴിയുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് താമിൻ വി ക്യാൻ സി യുറാസിൽ. ഓക്കെ, ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ചില ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങളെ പ്രാഥമികമായിട്ട് തന്നെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ച് പറയാനുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പോ ഇതില് നമുക്ക് DNA-യുടെ സ്ട്രക്ചർ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചറിലേക്കല്ല പോകുന്നത്. എന്നിരുന്നാലും സ്ട്രക്ചർ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. DNA-യുടെ സെക്കൻഡറി സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, നേരെ ഒരു ലീനിയർ ചെയിൻ ആയിട്ട് കാണുന്ന സമയത്ത് പ്രൈമറി ആയിരിക്കും. എന്നാൽ അത് വൈൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ പ്രോട്ടീന്റെ കാര്യത്തിൽ പഠിച്ചാണ് സെക്കൻഡറി സ്ട്രക്ചറായി മാറും. അത്തരത്തില് DNA-യുടെ സെക്കൻഡറി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആ സെക്കൻഡറി സ്ട്രക്ചർ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ മോഡലിനെ നമ്മൾ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്നോ അല്ലെങ്കിൽ DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക് എന്നോ പറയാം. അപ്പൊ ഇതാരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ദിസ് ഈസ് ദ വാട്സൺ ക്രിക്ക് മോഡൽ ഓഫ് DNA. അപ്പൊ അത് ആക്ച്വലി ഞാൻ അത് ഇപ്പൊ വിശദീകരിക്കുന്നില്ല കൂടുതലായിട്ട്. ജെയിംസ് വാട്സൺ എന്നും ഫ്രാൻസിസ് ക്രിക്ക് എന്നും പറയുന്ന പ്രധാനപ്പെട്ട 2 സയന്റിസ്റ്റ് അല്ലെ, അത് മറ്റു ചിലരുടെയും എന്താ പറയാ മോറിസ് വിൽക്കിൻസ്, റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എന്നൊക്കെ പറയുന്ന സയന്റിസ്റ്റുകളുടെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് DNA-യുടെ സ്ട്രക്ചർ എങ്ങനെ കാണാൻ പറ്റുമെന്ന് വളരെ കൃത്യമായിട്ട് എന്താ പറയാ 1950s കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ആണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA-യുടെ പ്രത്യേകത ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പല തരത്തിലുള്ള മോർ ദാൻ എ ഡസൻ ഫോം ഓഫ് DNA നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. A, B, C, D, E അതിന്റെ സ്ട്രക്ചറൽ വ്യത്യാസം അനുസരിച്ച് പല തരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ബോഡിയിൽ കാണുന്ന DNA B DNA എന്ന് പറയാറുണ്ട്. അപ്പോ DNA-യിൽ നമുക്ക് കാണാൻ പറ്റുന്ന 2 ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡുകൾ. ഇതാ ഒരു ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്,
അതേപോലെ തന്നെ അടുത്ത ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്. അത് നമുക്ക് എങ്ങനെ കാണാൻ കഴിയുന്നു? ദേ ആർ അറേഞ്ച്ഡ് ആന്റി പാരലലി ആസ് എ ഡബിൾ ഹെലിക്സ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കിൽ ഒരു വാക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞത്? അറേഞ്ച്ഡ് ആന്റി പാരലലി, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കാം. അതായത് ഈ രണ്ട് DNA-യുടെ സ്ട്രാൻഡുകളും, എന്താ സ്ട്രാൻഡ് എന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഡയഗ്രം നോക്കുക പ്ലീസ്. അല്ലെ, ഇതാണ് ഈ സ്ട്രാൻഡ്. അപ്പൊ ഈ സ്ട്രാൻഡുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ? ഒരു സ്ട്രാൻഡ് അല്ലെ, ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്താണ് 3 എന്നും മുകളിൽ 5 എന്നും കൊടുക്കും. ആക്ച്വലി 3, 5 എന്ന് മാത്രമല്ല, നമുക്ക് അങ്ങനെ വായിക്കണം, അത് 3 പ്രൈം പ്രൈം. അതേപോലെ തന്നെ അതിനുശേഷം നമുക്ക് 5 പ്രൈം കാണാൻ പറ്റും. 5 പ്രൈം, 3 പ്രൈം, 5 പ്രൈം അങ്ങനെ കാണാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ്, ഇവിടെ 5 പ്രൈം ആണെങ്കിൽ ഇവിടെ 3 പ്രൈമും, താഴേക്ക് ആരെ കാണുന്നു? 5 പ്രൈമും കാണുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു? 3 പ്രൈം 5 പ്രൈം എന്ന് പറയുമ്പോൾ ഒരെണ്ണം മുകളിലേക്കുള്ള ഈ ഡയറക്ഷൻ ആണെങ്കിൽ അടുത്തത് താഴേക്കുള്ള ഡയറക്ഷൻ ആണ്. അല്ലെ, ഇങ്ങനെ വ്യത്യസ്തമായ ഡയറക്ഷനിൽ റൺ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ഉപയോഗിച്ചത്? ആന്റി പാരലൽ. ആക്ച്വലി പാരലൽ എന്ന് പറഞ്ഞാൽ നേരെ പോവാ, അതാണല്ലോ പാരലൽ. ആന്റി പാരലൽ ഓപ്പോസിറ്റ് വരുമ്പോഴാണ് ആന്റി പാരലൽ എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ആന്റി പാരലൽ അറേഞ്ച്മെന്റ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ആന്റി പാരലൽ അറേഞ്ച്മെന്റ് ലഭിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന DNA-യിലെ ഷുഗർ മോളിക്യൂൾ, ആ ഷുഗർ മോളിക്യൂളിന്റെ ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ എങ്ങനെയാണ് ആ ഷുഗർ മോളിക്യൂൾ നിൽക്കുന്നത്, അതിനനുസരിച്ചാണ് ഇത് ആന്റി പാരലായി മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ മൈന്യൂട്ട് ആയിട്ട് ശ്രദ്ധിക്കുക. ചുമ്മാ ശ്രദ്ധിച്ചാൽ പോരാ, വളരെ മൈന്യൂട്ട് ആയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഷുഗർ മോളിക്യൂൾ ഇത് ആക്ച്വലി പെന്റോ ഷുഗർ ആണ്. ആ പെന്റോ ഷുഗറിൽ ഫസ്റ്റ് കാർബൺ ആറ്റം എവിടെയാ നിങ്ങൾക്ക് അറിയാം? ഇതാണ് ഫസ്റ്റ് കാർബൺ ആറ്റം. യു ഹാവ് ടു നോട്ട് ഇറ്റ്. ഇതാണ് ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റം, ഫോർത്ത് കാർബൺ ആറ്റം, ഫിഫ്ത്ത് കാർബൺ ആറ്റം മുകളിലുണ്ടാകുക, മുകളിൽ. അപ്പൊ ഇവിടെ 1 2 3 4 5 എന്ന് കിട്ടിയേ. അപ്പൊ എന്ത് നമുക്ക് കാണാം? ഫിഫ്ത്ത് കാർബൺ ആറ്റം എപ്പോഴും മുകളിൽ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് 5 പ്രൈം ആണ്, ഫിഫ്ത്ത് കാർബൺ ആറ്റം മുകളിൽ വന്നത്. ഇനി നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ തേർഡ് കാർബൺ ആറ്റമാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ദിസ് വൺ ഈസ് ദ 3 പ്രൈം എൻഡ്. വ്യക്തമായി മനസ്സിലാക്കുന്നു. മുകളില് 5 പ്രൈം, താഴെ 3 പ്രൈം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഷുഗർ മോളിക്യൂളിലെ കാർബൺ നമ്പറിംഗ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ തേർഡല്ലേ താഴെ വരിക. മറ്റേ സമയത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് മുകളിൽ. ഇനിയോ അടുത്ത സ്ട്രാൻഡിൽ ഈ ഷുഗർ മോളിക്യൂളിന് നേരെ തല തിരിച്ച് ഇൻവേർട്ടഡ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റം. അപ്പൊ ഇവിടെ എപ്പോഴും മുകളിൽ ആരായിരിക്കും? തേർഡ് കാർബൺ ആറ്റം, 3 പ്രൈം. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പലപ്പോഴും കുട്ടികൾക്ക് എന്താണ് ഒരു ധാരണ ഉണ്ടാവില്ല, എന്തായി 3 പ്രൈം, എന്തായി 5 പ്രൈം, അതെങ്ങനെയാ വന്നത് അല്ലേ? അപ്പൊ ഷുഗർ മോളിക്യൂളിന്റെ ഓറിയന്റേഷൻ ആണ്. ഒരിടത്ത് ഷുഗർ മോളിക്യൂൾ ഇങ്ങനെ നിൽക്കുന്നു, മറ്റടുത്ത് തലകീഴായി നിൽക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, കാർബണിന്റെ നമ്പറിംഗിൽ മാറ്റം വരും, അത്ര തന്നെ അല്ലെ? മുകളിലും താഴെയുള്ള നമ്പറിൽ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കാർബൺ മുകളിൽ വരുന്നു. ഇനി ഇവിടെ നോക്കുക, ഏറ്റവും അവസാനത്തെ അല്ലെ മോളിക്യൂൾ എത്ര താഴേക്ക് പോയാലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അല്ലേ താഴെ വരിക അല്ലെ? എപ്പോഴും താഴേക്ക് തലതിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്താണ്? ഫിഫ്ത്ത് കാർബൺ ആറ്റം വരും. ഇപ്പം 5 പ്രൈം അല്ലെ? ഇതാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആന്റി പാരലൽ നേച്ചർ. ആന്റി പാരലൽ നേച്ചർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അല്ലെ? അപ്പൊ DNA നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈട്രജൻ ബേസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്. അതാണ് നമ്മളിപ്പോ കണ്ട ഡിയോക്സി റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗർ അല്ലെ പറയുമ്പോൾ RNA റൈബോസ് ആണ്, ഡിയോക്സി റൈബോസ് ആണ് DNA-യിൽ. അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. നൈട്രജൻ ബേസ് ആണ് മാറുക നമുക്കറിയാം അല്ലെ? അപ്പൊ ഈ രൂപത്തിലാണ് DNA-യിലെ ആരുടെ അറേഞ്ച്മെന്റ്സ്? 3 വ്യത്യസ്തമായ കമ്പോണൻസിന്റെ അല്ലെ അറേഞ്ച്മെന്റ്സ്. അപ്പൊ DNA-യിൽ കാണുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പോൾ അത് ന്യൂക്ലിയോടൈഡായി മാറണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴ് എന്താ പറയാ, സീരീസ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയോടൈഡായി മാറുന്നു എന്ന് ചുരുക്കം. ന്യൂക്ലിയോടൈഡായി മാറും. ഓക്കെ, ആ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ കണ്ടത്. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ DNA-യുടെ ബാക്ക് ബോൺ
എന്താ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നട്ടല്. നിങ്ങൾ നോക്കാം ഇവിടെ ഈ ബാക്ക് ബോൺ അല്ലേ. അപ്പൊ ഈ ബാക്ക് ബോൺ ആയി പ്രവർത്തിക്കുന്നത് ആരാണ്? ഷുഗറും ഫോസ്ഫേറ്റും അടങ്ങിയ ചെയിനാണ്. അതായത് ഷുഗറും ഫോസ്ഫേറ്റുമാണ് ബാക്ക് ബോണിലുള്ളത്. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ബാക്ക് ബോൺ കാണാം. ഇതാണ് ബാക്ക് ബോൺ. ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്. അപ്പൊ ഈ കാണുന്നത് നട്ടലാണ്. ഈ ബാക്ക് ബോൺ ഷുഗറും ഫോസ്ഫേറ്റും അടങ്ങിയിട്ടാണ് ഉള്ളത് അല്ലെ. ഇനിയോ അടുത്ത് പറയാൻ പോകുന്നത് കേൾക്കണേ, ഇതിന്റെ എന്താ പറയാ സ്റ്റെപ്സ് ആയിട്ട്. കാരണം ഇത് ഹെലിക്കൽ സ്ട്രക്ചർ എന്നാ പറഞ്ഞത്. എന്താ ഹെലിക്കൽ എന്നുള്ള വാക്കിന് ആക്ച്വലി അർത്ഥം ചുറ്റുഗോവണി എന്നാണ്. അപ്പൊ ഒരു ഗോവണി പോലെ നിങ്ങൾ എന്താണ് ഒരു സ്റ്റെയർ കേസ് പോലെ നിങ്ങൾ DNA കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ഫോം ചെയ്തിരിക്കുന്നത് നൈട്രജൻ ബേസുകളുടെ സഹായത്തോടെയാണ് അല്ലെ. നൈട്രജൻ ബേസുകൾ. അപ്പൊ എന്താണ് ആക്ച്വലി നൈട്രജൻ ബേസ് ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഈ ബാക്ക് ബോണിൽ നിന്ന് ഗ്വാനിൻ, സൈറ്റോസിൻ, താമിൻ, അഡെനിൻ, താമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അങ്ങനെ ഇവിടെ ഒരു ബേസ് പെയറിംഗ് കൂടെ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അതിലേക്ക് വരാം അല്ലെ. സ്റ്റെപ്സ് എന്താ പറയാ ഫോം ചെയ്ത് നൈട്രജൻ ബേസ് ആയിട്ടാണ്. അപ്പൊ അതാണ് സ്റ്റെപ്പ് ഉള്ളിലേക്ക് നിൽക്കുന്നു, പ്രൊജക്ടിങ് ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻവേർഡ്. ഇനി നൈട്രജൻ ബേസുകളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അഡെനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, താമിൻ ഉണ്ട്, അതേപോലെ സൈറ്റോസിൻ ഉണ്ട്. യുറാസിൽ ആബ്സെന്റ് ആണ്. യുറാസിൽ എവിടെയേ കാണുള്ളൂ? യുറാസിൽ ഇസ് പ്രസന്റ് ഓൺലി ഇൻ RNA. RNA യിൽ ആരുണ്ടാവില്ല? താമിൻ ഉണ്ടാവില്ല. താമിന് പകരമാണ് യുറാസിൽ വരുന്നത്. ഒന്നുകൂടെ, താമിന് പകരമാണ് RNA യിൽ യുറാസിൽ വരുന്നത്. അല്ലെങ്കിൽ RNA contains uracil instead of thamin, or DNA contains thamin instead of uracil. ഓർത്തു വെക്കാം അല്ലേ. ഇനി ഇവിടെ ഒന്നുകൂടെ നേരത്തെ ഡയഗ്രാം കാണിച്ചു തന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമാകാത്ത ആൾക്കാർക്ക് ഇപ്പൊ ഒന്നുകൂടെ ഈ ഡയഗ്രാം കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ ക്ലാരിറ്റി എന്നുള്ളത്? നേരത്തെ പറഞ്ഞ ഷുഗർ, ഒരു എന്താ പറയാ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഷുഗർ, സോറി പെൻഡോസ് ഷുഗർ, പെന്റഗണൽ ഷേപ്പിലുള്ള ഷുഗർ, പെൻഡോസ് ഷുഗർ അല്ലെ. ആ പെൻഡോസ് ഷുഗർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കാർബൺ ആണ് 3', ഫോർത്ത്, ഫിഫ്ത്ത് മുകളിലേക്ക് പോയി. ഈ പിന്നെ ബ്ലാക്ക് ഡോട്ട് ഫോസ്ഫേറ്റ് ആണ്. വീണ്ടും ഫോസ്ഫേറ്റ്, ഫോസ്ഫേറ്റ്, ഫോസ്ഫേറ്റ്. മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമ്പർ ചെയ്യണോ? നമ്പർ ചെയ്യണോ? യെസ്, വെയിറ്റ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഈ ഫോസ്ഫേറ്റുമായി ജോയിൻ ചെയ്തിട്ട് ഫിഫ്ത്ത് ഉണ്ടാവും. അതേപോലെ താഴേക്ക് വന്നാൽ ഇവിടെ ആരുണ്ടാകും? തേർഡ് ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് 5', 3' വന്നത്. നേരെ ഈ ഒരു ഷുഗർ മോളിക്യൂള് എന്തായി മാറി? ഈ ഒരു ഷുഗർ മോളിക്യൂൾ തലതിരിഞ്ഞു നിന്ന സമയത്ത് നമുക്ക് എന്താ പറയാ 3' മുകളിലും 5' താഴെയും വരുന്നു. 3' മുകളിലും 5' താഴെ വരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ആന്റി പാരലൽ നേച്ചർ ഓൾറെഡി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ ആക്ച്വലി സ്ട്രക്ചർ കാണിച്ചത് അതിനേക്കാൾ, നേരത്തെ പറഞ്ഞു, അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ബേസുകളെ, നൈട്രജൻ ബേസുകളുടെ ഒരു സ്പെഷ്യാലിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ബേസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത് പെയർ ചെയ്തിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനെ ബേസ് പെയറിംഗ് എന്നാ പറയാ. ബേസ് പെയറിംഗ് മെക്കാനിസം. അത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ഫോം എന്താ പറയാ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് വാട്സണും ഹിക്കും വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. അഡെനിൻ ഓൾവേസ് പെയർ വിത്ത് താമിൻ. അഡെനിനൊപ്പം എപ്പോഴും ആര് വരും? താമിന് വരും. അഡെനിന്റെ ഓപ്പോസിറ്റ് താമിനെ പറ്റുള്ളൂ. അതായത് ഒരിക്കലും അഡെനിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് സൈറ്റോസിനെയോ ഗ്വാനിനോ എഴുതാൻ പറ്റില്ല. അഡെനിൻ ഓൾവേസ് പെയർ വിത്ത് താമിൻ. അങ്ങനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൈട്രജൻ ബേസുകൾക്കിടയിൽ കാണാൻ കഴിയുന്ന ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പം അഡെനിനും അതേപോലെ താമിനും ചേർന്നുണ്ടാകുന്ന ആ ബേസ് പെയറിലെ AT പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ചേർന്നിട്ടാണ്? ഹൈഡ്രജൻ ബോണ്ടാണ് അല്ലെ. അതേപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ്. പക്ഷേ ഹൈഡ്രജൻ ബോണ്ടുകളുടെ നമ്പറിലുള്ള വ്യത്യാസം ഓർത്തു വെക്കുക. അഡെനിന്റെയും താമിന്റെയും ഇടയിൽ കാണാൻ കഴിയുന്ന അല്ലെ, അഡെനിന്റെയും താമിന്റെയും ഇടയിൽ കാണാൻ കഴിയുന്ന ഹൈഡ്രജൻ ബോണ്ടുകളുടെ എണ്ണം 2 എണ്ണമാണ്. അഡെനിനും താമിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്സ് 2 എണ്ണം. അതേപോലെ തന്നെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്സ്, 2 ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ദേർ. അതാണ് കാണിച്ചിരിക്കുന്നത്. 2 ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ദേർ. യു ക്യാൻ സീ, ആനിമേറ്റഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഗ്വാനിനും അതേപോലെ തന്നെ പെയർ ചെയ്യുന്ന സൈറ്റോസിനുമായിട്ടാണ് കാണാം. ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ, ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ with the help of 3 hydrogen bonds. അപ്പൊ എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്? ഗ്വാനിനും സൈറ്റോസിനും ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ദേർ. യു ക്യാൻ സീ. ഇതാണ് വളരെ വളരെ ടിപ്പിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ വരച്ചു വെക്കണം. കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ ഈ ഭാഗം വരച്ചു വെക്കണം. ഓക്കെ, അപ്പോ ഇത് വളരെ കൃത്യമായിട്ട് ഇവിടെ ഷുഗർ മോളിക്യൂൾ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസുകള്
അല്ലെ? 2 ഹൈഡ്രജൻ ബോണ്ട് അഡെനിനും തൈമിനുമിടയിൽ, ഗ്വാനിനും സൈറ്റോസിനിടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട് എന്ന രൂപത്തിൽ കാണിച്ചിരിക്കുന്നതാണ് അല്ലെ? അപ്പൊ നമുക്ക് DNA-യുടെ സ്ട്രക്ചർ ഇതുപോലെയാണെന്ന് മനസ്സിലാക്കാം. ഇത് ആക്ച്വലി കുറച്ച് എന്താ പറയാ നൈട്രജൻ ബേസുകളുടെ പേര് മാത്രം കാണിച്ചുകൊണ്ട് 1, 2, 3, 4 അല്ലെ 4 ന്യൂക്ലിയോടൈഡുകൾ മാത്രം പെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം ചേർത്തുകൊണ്ട് ഒരു കുഞ്ഞു ഭാഗം വരച്ചിരിക്കുകയാണ്. ഇതില് ഒരു സംശയം ഉണ്ടാകും, DNA-യിൽ ആക്ച്വലി എത്ര ന്യൂക്ലിയോടൈഡുകൾ ചേർന്നായിരിക്കും നമ്മുടെയൊക്കെ DNA ഫോം ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സംശയമൊക്കെ ഉണ്ടാകും അല്ലെ? നല്ല സംശയമാണ്. അവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു കുഞ്ഞു വൈറസ് ആണെങ്കിൽ പോലും ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് ഇത്തരത്തിലുള്ള നൈട്രജൻ ബേസുകൾ കാണും. അവ അല്ലെങ്കിൽ എന്താണ് ആ ബേസ് പെയറുകൾ കാണും അല്ലെ? ഒരു DNA-യുടെ ലെങ്ത് തീരുമാനിക്കുക തന്നെ ഈ ബേസ് പെയറുകളുടെ എണ്ണമാണ്. ഇതൊരു ബേസ് പെയർ, 2 ബേസ് പെയർ, 3 ബേസ് പെയർ, 4 ബേസ് പെയർ, അങ്ങനെ 10 ബേസ് പെയർ ആണെങ്കിലോ DNA വീണ്ടും വലുതായി. 20 എണ്ണം ഉണ്ടെങ്കിലോ അതിനേക്കാൾ വലുതായി. അപ്പൊ നമ്മുടെ ബോഡിയിലോ ഒരു ഹ്യൂമൻ ഡിപ്ലോയിഡ് DNA ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ 6.6 into 10⁻⁹ ബേസ് പെയർ കാണും. നമുക്കതിനെ ചുരുക്കിയിട്ട് 6 ബില്യൺ ബേസ് പെയർ എന്ന് പറയാം. എത്രയെന്ന് പറയാം? 6 ബില്യൺ ബേസ് പെയർ. ആലോചിച്ച് നോക്കണം, 6 ബില്യൺ ബേസ് പെയർ. ഓക്കെ, അപ്പോ അതാണ് ഹ്യൂമൻ ബോഡിയിലെ പ്രത്യേകത. യെസ്, അപ്പൊ അതേപോലെ അതിനേക്കാൾ എന്താണ് കൂടുതലും കുറവായിട്ടുള്ള അല്ലെ എന്താ പറയാ നൈട്രജൻ ബേസുകളുടെ അല്ലെങ്കിൽ ബേസ് പെയറുകളുടെ എണ്ണം അടങ്ങിയിരിക്കുന്ന DNA പല ഓർഗാനിസംസിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ? അപ്പൊ അതാണ് DNA-യുടെ പ്രത്യേകതയായിട്ട് ഓർത്തു വെക്കാനുള്ളത്. ഇനി പിന്നെ ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടുകളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു ബോണ്ട് നിങ്ങൾ ഇവിടെ DNA-യിൽ പറയാനുള്ളത് ഫോസ്ഫേറ്റും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്താണ് 3' കാർബൺ ആറ്റംസിലും 5' കാർബൺ ആറ്റംസിലും ഇടയിലാണ് ആരെ കാണുന്നത്? ഫോസ്ഫേറ്റിനെ കാണുന്നത്. എ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ലിങ്ക് ദ 3' ആൻഡ് 5' കാർബൺ ആറ്റംസ്. കാരണം ഈ ഭാഗത്ത് 3', മുകൾ ഭാഗത്ത് ഇവിടെ നോക്കുമ്പോൾ 5'. ഇത് രണ്ടിനും ഇടയിലാണ് ഫോസ്ഫേറ്റ് വരുന്നത്. അതിനിടയിൽ കാണുന്ന ആ ഒരു ലിങ്കിനെ നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ എസ്റ്റർ ബോണ്ടാണ്. ഇതാണ് എസ്റ്റർ ബോണ്ട്. അപ്പൊ ആരാണ് എസ്റ്റർ ബോണ്ട് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്? എസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ആസിഡും ആൽക്കലിയും ഓർഗാനിക് ആസിഡും അതേപോലെ തന്നെ എന്താ പറയാ ആൽക്കഹോളും ഓർഗാനിക് ആസിഡും ആൽക്കഹോളും ചേരുന്ന സമയത്ത് H-ഉം OH-ഉം ജോയിൻ ചെയ്ത് H2 എലിമിനേറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ബോണ്ടുകൾ എസ്റ്റർ ബോണ്ടാണ്. അത് ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു ബോണ്ടിനാണ് ഇവിടെ ഫോം ചെയ്യുന്ന എസ്റ്റർ ബോണ്ടാണ്. അപ്പോ എവിടെ ഷുഗർ മോളിക്യൂളിനും ഫോസ്ഫേറ്റിനും ഇടയിലാണ് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത്, ഈ എസ്റ്റർ ബോണ്ട് ആക്ച്വലി എന്താണ് 2 എസ്റ്റർ ബോണ്ടുകൾ 2 സൈഡിലും കാണുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ എസ്റ്റർ ബോണ്ട് കാർബണിന്റെ മൂന്നാമത്തെ കാർബൺ ആറ്റം ഫോസ്ഫേറ്റും തമ്മിൽ, ഇനി 5ാമത്തെ കാർബൺ ആറ്റം അതേപോലെ ഫോസ്ഫേറ്റും തമ്മിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതാ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയോടൈഡുകൾക്കിടയിലുള്ള ലിങ്കാണ്. ആ ലിങ്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് കിട്ടിയത്? ഇടയിൽ ഫോസ്ഫേറ്റ് ഉണ്ട്, മുകളിലും എസ്റ്റർ, താഴെയും എസ്റ്റർ അല്ലെ? മുകളിലും എസ്റ്റർ, താഴെയും എസ്റ്റർ. അപ്പൊ എത്ര എസ്റ്റർ ആയി? 2 എസ്റ്റർ ബോണ്ട്. ഇടയിൽ ആരുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ട്. സോ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് അല്ലെ? There is one such ester bond on either side of the phosphate, and such bond is called phosphodiester bond. Phosphodiester bond. ഇനി DNA മോളിക്യൂളിലെ ഒരു ബോണ്ട് കൂടെ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ആ ബോണ്ടുകളൊന്നും അവസാനിപ്പിക്കും. അതാണ് N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സംശയം ഉണ്ടാകും, ഗ്ലൈക്കോസിഡിക് ബോണ്ട് എവിടെയോ കേട്ടല്ലോ സർ? ശരിയാണ്. നേരത്തെ പോളിസാക്രൈഡുകളിലെ മോണോസാക്രൈഡ് യൂണിറ്റുകൾ ഗ്ലൂക്കോസുകളൊക്കെ പരസ്പരം ചേരുന്ന ബോണ്ടിനെ വിളിച്ച പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ ഷുഗറിൽ കാണുന്ന ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് N ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അപ്പൊ അതാരായിരിക്കും? N ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ആൾ. അതായത് നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ബോണ്ട്. നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ബോണ്ട് N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. DNA-യിൽ കുറെ ബോണ്ട് പഠിച്ചു നമ്മൾ. ഏതൊക്കെയാ പഠിച്ചിരിക്കുന്നത് അല്ലെ? ആദ്യം പറഞ്ഞത് നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. അഡെനിനും തൈമിനും ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിനും സൈറ്റോസിനും ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്. അടുത്ത പറഞ്ഞത് ഷുഗറും ഫോസ്ഫേറ്റും തമ്മിലുള്ള ബോണ്ട്, എസ്റ്റർ ബോണ്ട്. അത് 2 ഭാഗത്തും അത്തരം എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട്
ഒരു ഫോസ്ഫേറ്റ് രണ്ട് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ അവയ്ക്കിടയിലുള്ള ബോണ്ടിനെ നമുക്ക് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കാം. മറ്റൊന്നാരാണ്? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് കൂടിയാണ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലെ. ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഷുഗറിനും അതേപോലെ തന്നെ ഷുഗറിനും നൈട്രജൻ ബേസിനും ഇടയിൽ കാണാൻ കഴിയുന്നതായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന DNA കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില സ്ട്രക്ചേഴ്സ്. ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ കാണുന്ന DNA-യുടെ എന്താ പറയാ പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ BDNA ആണ് അല്ലെ. ആ BDNA ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആക്ച്വലി അല്ലെ. അതില് വൺ ഫുൾ ടേൺ ചുറ്റുഗോപണിയായിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ടേൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കവിടെ 10 ബേസ് പെയറുകൾ കാണാൻ പറ്റും. ആക്ച്വലി ഒരു ടേൺ ഇങ്ങനെ പൂർത്തീകരിക്കുന്ന സമയത്ത് 10 നൈട്രജൻ ബേസുകൾ കാണാൻ പറ്റും അല്ലെ. വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഒന്ന് വിശദീകരിക്കാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഷുഗർ ന്യൂക്ലിയോടൈഡുകളുടെ ചെയിന് ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ലീനിയർ ചെയിൻ എന്നുള്ളത് ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് ബൈൻഡ് ചെയ്ത് വരും. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി വരിക ഹെലിക്കൽ അല്ലെ. അപ്പൊ ഒരു 360 ഡിഗ്രി കറങ്ങി ആ കറങ്ങുമ്പോഴത്തേക്ക് അതിനിടയിൽ എത്ര നൈട്രജൻ ബേസുകൾ വേണം, അല്ലെങ്കിൽ എത്ര നൈട്രജൻ ബേസുകളുടെ പെയർ വേണം? 10 എണ്ണം, 10 ബേസ് പെയർസ് വേണം അല്ലെ. ആ 10 ബേസ് പെയറുകളാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? BDNA-യിൽ കാണാൻ പറ്റും. അതാണ് പറഞ്ഞത്. ഓക്കെ, 10 ബേസ് പെയറുകൾ കാണാൻ പറ്റും. ഇനി അത്തരത്തില് എന്താ പറയാ പിന്നെ ആ 10 ബേസ് പെയറുകൾ അടങ്ങിയിരിക്കുന്ന ആ ഒരു ലെങ്തിനെ നമുക്ക് ദ ലെങ്ത് ഓഫ് വൺ ഫുൾ ടേൺ എന്ന് പറഞ്ഞാൽ 34 ആങ്സ്ട്രം ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ 3.4 നാനോമീറ്റർ എന്ന് പറയാം. ആങ്സ്ട്രം നമ്മൾ അല്ലെ, ആങ്സ്ട്രം 10⁻⁻10 ആണ്, നാനോമീറ്റർ 10⁻⁻9 ആണ്. അപ്പൊ നമുക്കതിനെ വേണമെങ്കിൽ അടുത്ത വർഷം അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താ പറയാ അല്ലെങ്കിൽ ഒരു ഫുൾ ടേൺ എന്ന് പറഞ്ഞാൽ 3.4 നാനോമീറ്റർ. 3.4 നാനോമീറ്റർ. ഓക്കെ, അപ്പോ ഇതാണ് ഒരു ലെങ്ത് കംപ്ലീറ്റ് പൂർത്തിയാകാൻ ആവശ്യമിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് ആങ്സ്ട്രത്തിലേക്ക് മാറ്റുമ്പോൾ 34 ആങ്സ്ട്രം എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം അല്ലെ, 10 ബേസ് പെയർ ഉണ്ടല്ലോ, അപ്പോ 10 എണ്ണം ഒരുമിച്ച് വരുമ്പോൾ എത്രയും വരുന്നു? 34 ആങ്സ്ട്രം. അപ്പൊ അത് തിരിച്ചെന്താണ്? ഓരോ ബേസ് പെയറുകൾക്കും ഇടയിൽ എത്ര ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഡിവൈഡ് ബൈ 10 എടുത്താൽ മതി. 3.4 ആങ്സ്ട്രം അല്ലെങ്കിൽ 0.34 നാനോമീറ്റർ അല്ലെ. അപ്പൊ ഇതാണ് കാണിച്ചിരിക്കുന്നത് എന്താ പറയാ 3.4 നാനോമീറ്റർ. ഇതാണ് ഈ ലെങ്ത് ആണ് അല്ലെ. 10 ബേസ് പെയർ അതിനിടയിൽ കാണണം. ഇനി ഓരോ ബേസ് പെയറുകൾക്കിടയിൽ നമുക്ക് 0.34 നാനോമീറ്റർ ആണെന്ന് പറയാം. 0.34 നാനോമീറ്റർ ഓരോ ബേസ് പെയറുകൾക്കിടയിൽ. ഇവിടെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഈ ബേസ് പെയറും അടുത്ത ബേസ് പെയറും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 0.34. അങ്ങനെ 10 എണ്ണം ചേരുമ്പോൾ 3.4 നാനോമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു എന്താ പറയാ അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു കൃത്യമായ കാൽക്കുലേഷൻ ഒക്കെ നടത്താൻ പറ്റും കേട്ടോ. നമ്മൾ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല എങ്കിൽ പോലും. അപ്പം ബേസ് പെയറുകളുടെ എണ്ണം നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ 6 കോടി ബേസ് പെയർ ഉണ്ട്. അത് ഹാപ്ലോയിഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 6 കോടിയല്ല 6 ബില്യൺ അല്ലെ, 6 ശതകോടി. അപ്പോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹാപ്ലോയിഡ് കണ്ടന്റ് പാതി മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ 3.3 ബില്യൺ അല്ലെങ്കിൽ 3 ബില്യൺ അല്ലെ ഉണ്ട്. അപ്പൊ അതിന്റെ ബേസ് പെയറുകളുടെ എണ്ണം നമുക്കറിയാമെങ്കിൽ ഇവയുടെ ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുവെങ്കിൽ നമുക്ക് ഹ്യൂമൻ DNA-യുടെ ഒക്കെ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും അല്ലെ. കാരണം ബേസ് പെയറുകളുടെ എണ്ണത്തെ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഹ്യൂമൻ DNA ഒരൊറ്റ സെല്ലിനകത്ത് തന്നെ 2.2 മീറ്റേഴ്സ് ആണെന്നൊക്കെ കണക്കാക്കിയിട്ടുണ്ട് അല്ലെ. നമുക്ക് തൽക്കാലം ഇപ്പോൾ കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എനിവേ എന്താ പറയാ ഇവിടെ at each step the strand turns 36 degree. കാരണം എന്താ ഒരു ടേൺ ചെയ്ത് വരും. 36 10 ആവുമ്പോൾ 360 ടേൺ ചെയ്ത് കംപ്ലീറ്റ് ആയി അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒരു ഫുൾ ടേൺ എടുക്കാൻ 360 ഡിഗ്രി. അതിപ്പോ ഓരോ സ്റ്റെപ്പിനിടയിലുള്ള ആംഗിൾ എത്രയാന്ന് ചോദിച്ചാൽ 36 ഡിഗ്രി എന്നൊക്കെ പറയും അല്ലെ. അതൊരു BDNA-യുടെ പ്രത്യേകത. ഇത്രയുമാണ് നമുക്ക് ആക്ച്വലി DNA കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് മെറ്റബോളിസം, ദ കൺസെപ്റ്റ് ഓഫ് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസംസിൽ
പലതരം എന്താണ് റിയാക്ഷൻസ് നടക്കുന്നത്. ആ റിയാക്ഷൻസിനെ ആക്സലറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഏതൊക്കെ പ്രത്യേകതകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാറ്റലിസ്റ്റുകളാണ്, എൻസൈമുകളാണുള്ളത്, എൻസൈമിന്റെ പ്രവർത്തനമൊക്കെ പറയാനുണ്ട്. അതാണ് നമ്മൾ കൺസെപ്റ്റ് ഓഫ് മെറ്റബോളിസം. അതിലടുത്ത പ്രധാനപ്പെട്ട ഇനിയുള്ള ഭാഗം എൻസൈംസ് ആണ്. ഞാൻ അതിലേക്ക് വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിലാണ് എൻസൈംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്.